മലയാളികൾക്കേറെ സുപരിചിതയായ ഗായികയാണ് അമൃത സുരേഷ്. നടൻ ബാലയുമായുള്ള വിവാഹമോചനത്തോടെ താരത്തിന്റെ സ്വകാര്യ ജീവിതം വാർത്തകളിൽ നിറയാറുണ്ട്. ഇപ്പോഴിതാ ഏതാനും നാളുകൾക്ക് മുൻപ് തന്റെ ജീവിതത്തെക്കുറിച്ച് അമൃത പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. സംഗീതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം, കരഞ്ഞെന്റെ ലൈഫ് തീർക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷമാണ് സ്വപ്നതുല്യമായ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്ന് അമൃത പറയുന്നു. അമൃതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ പാഷൻ മ്യൂസിക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം, അല്ലെങ്കിൽ കരഞ്ഞെന്റെ ലൈഫ് തീർക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാനൊരു തീരുമാനമെടുത്തു. എല്ലാവരും ചിന്തിക്കും പോലത്തെ ഒരു ഡ്രീം ലൈഫ് ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ ദിവസമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ദിനം. ആ സ്വപ്ന ജീവിതത്തിൽ നിന്നും ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് 0 ബാലൻസ് അക്കൗണ്ടും മറ്റൊന്ന് 2 വയസ്സായ എൻ്റെ മകളും. ആദ്യമൊക്കെ മിണ്ടാതിരുന്നു. അപ്പോഴേക്കും മറ്റുള്ളവർ പറഞ്ഞത് അവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നാണ്. പ്രതികരിച്ചപ്പോൾ ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞു. എന്ത് ചെയ്താലും കുറ്റം മാത്രമായിരുന്നു. ഞാനെന്നല്ല, എന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഏതൊരു പെൺകുട്ടിയാണെങ്കിലും അവരുടെ മനസ്സിലെടുത്ത തീരുമാനമായാലും എല്ലാവരും നേരിടുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ഒന്നുകിൽ ഒന്നിനും കൊള്ളാത്തവൾ, അല്ലെങ്കിൽ ലോക അഹങ്കാരിയായ പെണ്ണ്. ഈ 2 പേരുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എന്നെ പിന്തുണച്ചത് ഫാമിലി ആയിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ മുന്നോട്ട് പോയി ഒരുപാട് നാളുകളുണ്ടായിരുന്നു. അമൃത സുരേഷ് പറയുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പൊട്ടിക്കരയുന്ന, നാണക്കേടും ചമ്പലും മാത്രമുള്ള ഒരു അമൃത സുരേഷ് ഉണ്ടായിരുന്നു. ആ അമൃതയല്ല ഇപ്പോൾ. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയ അമൃതയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.